സ്വർഗത്തിൽ ഒരു വീട് എന്ന് പറഞ്ഞാൽ 70 റൂം ഉണ്ടാവും. ഒരു റൂം തന്നെ 120 കിലോമീറ്റർ ഉണ്ടാവും. മനുഷ്യന്റെ പിള്ളേ, നമ്മളിപ്പോ നരകത്തിലോ സ്വർഗത്തിലോ? നിങ്ങൾ എല്ലാവരോടും കൂടി എനിക്കൊരു നഗ്ന സത്യം കൂടി പറയാനുണ്ട്. 1 10 ഇഖ്ലാസ് സൂറത്ത് ഓതിയാൽ സ്വർഗത്തിൽ ഒരു വീട് കിട്ടും. കൊള്ളാലോ കളി. അടുത്ത പോലത്തെ സ്വർഗത്തിൽ ഒരു വീട് എന്ന് പറഞ്ഞാൽ 70 റൂം ഉണ്ടാവും. ഭയങ്കരം തന്നെ. ഇത് നമ്മൾ മുമ്പേ കണ്ടിരിക്കുന്നു. ഒരു റൂം തന്നെ 120 കിലോമീറ്റർ ഉണ്ടാവും. ഇത് ചെറുത്ത് എനിക്ക് അപ്പോഴേ തോന്നി വണ്ടി അങ്ങടെ പോണെന്ന്. ഒരു റൂം തന്നെ 120 കിലോമീറ്റർ ഉണ്ടാവും. എവിടെയോ എന്തോ ഒരു തകരാറ്. ഇനി ഷർട്ട് എവിടെ വെക്കുക, ഷൂ എവിടെ വെക്കുക എന്ന ആശങ്കയൊന്നും അവിടെ വേണ്ട. ഇനി അങ്ങോട്ട് സുഖമാ. അത്രയും വിശാലമായ ലോകമാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ. മനുഷ്യന്റെ പിള്ളേ, സ്വർഗം നമുക്ക് ചിന്തിച്ചിട്ട് ക്ലിപ്തപ്പെടുത്താൻ പറ്റുന്ന ഒന്നല്ല. വലാ ഖതറ അലാ ഖൽബി ബശർ. ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ഇമാജിനേഷൻ. എന്നിട്ട് ഒരു സെക്കൻഡ് സ്വർഗത്തിലെ സുഖം കൊണ്ട് ദുനിയാവ് മുഴുവൻ മറന്നു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സംശയമൊന്നുമില്ലല്ലേ? സ്വർഗത്തിലെ ഫുഡൊന്നും കഴിക്കണ്ട, അങ്ങനെ മൂക്കിൽ അതിന്റെ മണം കിട്ടിയാൽ മതി. എന്തായിരിക്കും അപ്പൊ സ്വർഗം? നിങ്ങൾ ആലോചിച്ച് നോക്കി. അങ്ങനെ മൂക്കിൽ അതിന്റെ മണം കിട്ടിയാൽ മതി. അയക്കെന്താ പ്രാന്താണ്? അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണിക്കും. ഇത് അതുക്കുമേ. സ്വർഗത്തിലെ വാഴ ഇലയും കുലയും താഴെ മുതലേ തുടങ്ങും. ഒരു പഴം പറിച്ചിട്ട് ഇങ്ങനെ തോലിരിയുമിന് കടിക്കുമുണ്ടാവും തേനിങ്ങനെ ഉറ്റും. ഇതിലും വലിയ സുഖം എന്താ വേണ്ടത്? അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. ഇപ്പൊ ഒന്നും ഉച്ചയ്ക്കരുത്, മാസ്ക് ഇട്ടവർക്ക് ജാഗ്രത. അതെ ആ സ്വർഗം നമുക്ക് കിട്ടണം. അതിന് 10 ഇഖ്ലാസ് സൂറത്ത് ഡെയിലി ഓതാനാ പറയും. ഓഹോ, ഒരു 10 ഇഖ്ലാസ് പോലും നമുക്ക് ഓതാൻ കഴിയില്ലെങ്കിൽ നമുക്ക് തന്നെ തോന്നില്ല അങ്ങനെ നരകത്തിൽ കിട്ടണം അല്ലേ? നമുക്ക് തന്നെ തോന്നില്ലേ? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. ബാങ്ക് കൊടുക്കുന്നവരെക്കാൾ ഉത്തമർ ലോകത്താരാ ഉള്ളത്? ഒരൊറ്റ ബാങ്ക് മതി സ്വർഗത്തേക്ക് പോവാൻ. ഒരൊറ്റ ബാങ്ക് മതി സ്വർഗത്തേക്ക് പോവാൻ. അത്രയൊക്കെ വേണോ? ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല. വിശാലമായിട്ട് നരകത്തിൽ പോവാ. വിശാലമായിട്ട് തന്നെ പോവാ കേട്ടാ. നിലപാടുണ്ടാവണം. നമുക്ക് നിലപാടുണ്ടാവണം. ആഘോഷവും നബിദിനവും രണ്ടും പറ്റൂല. ക്രിസ്മസും നബിദിനവും അത് രണ്ടുമില്ല. തൊട്ട് പോകരുത്. നിങ്ങൾ വലിയ തമ്പരാക്കന്മാരായിരിക്കും. ഹിന്ദുവിനും നസ്രാണിക്കും കേറാൻ പാടില്ലാതെ എഴുതി വെക്കാത്ത വീട്, മനുഷ്യന്മാര് താമസിക്കുന്ന വീട്. ഇവിടെ നടന്നത് പുറത്തറിഞ്ഞാൽ പിന്നെ മഞ്ഞളി ടാർസൂസ് ജീവിച്ചിരിക്കില്ല. എന്താ ടാർസൂസ് ചേട്ടാ? ഞങ്ങൾ ആരോട് പറയാനാ? ഉറപ്പ്. പ്രോമിസ്. പ്രോമിസ്. മദർ പ്രോമിസ്.